ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇടുമോ എന്ന് പറഞ്ഞ് കുറേയധികം കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിന് വേണ്ടി പഠിക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് എനിക്കധികം ഇടാൻ സാധിക്കാതെ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നെക്സ്റ്റ് വീക്ക് തൊട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കുറേയധികം പേരുടെ ആ ഒരു കമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം തന്നെ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ നമുക്കിനി ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താണ് 3 മാസം തികച്ചില്ലല്ലോ. ഓഗസ്റ്റ് ഒക്ടോബറിലാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യേണ്ടതുണ്ട്. PYQs നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഒരു സെഷൻ. ഓക്കെ, PYQ സീരീസ് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കാണുന്നവർ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേയധികം വേറെ ഏരിയാസിൽ നിന്നും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അടക്കമാണ് ഞാൻ പറയുന്നത്. ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ പറയുന്നതാണ്. ഡിഗ്രി ലെവൽ പേപ്പർ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. 2021 മുതൽ 25 വരെയുള്ള മാക്സിമം പറ്റാവുന്നത്ര ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഇപ്പോൾ 4ാമത്തെ പേപ്പർ എങ്ങാണ്ടായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഡേ 1 to 7 വരെയുള്ളതാണ് ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ വീക്കെൻഡിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ലാസ്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൾട്ടറേഷൻസ് വരുത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് പിന്നത്തേലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ വ്യത്യാസം വരുത്താം. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡേ 1 വേൾഡ് ഹിസ്റ്ററി ഷോർട്ടായിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു ഏരിയ, എസ്പെഷ്യലി വേൾഡ് ഹിസ്റ്ററിയുടെ ആ ഭാഗത്ത് നിന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സാവധാനം ഒരു കഥ പോലെ ഇരുന്ന് പഠിച്ചാൽ മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇപ്പോൾ 10th SCERT ചാപ്റ്ററിലൊന്നും ഇല്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ തൊട്ടാണ് അതിലുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ റാങ്ക് ഫയൽ കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ലത് ഏതെങ്കിലും നല്ലൊരു വീഡിയോ ക്ലാസ്സോ അങ്ങനെ വല്ലതും കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമൊക്കെ പഠിക്കാൻ മുമ്പോട്ടേ പഠിച്ചിട്ടുള്ളവരുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഠിച്ചാലും മതി കേട്ടോ. ബേസിക് ആയിട്ട് അതിലൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ വർഷങ്ങളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കാൻ പറ്റും. പിന്നെ ഈ ഓരോ വിപ്ലവത്തിൻ്റെ ഉള്ളിലും നമുക്ക് കുറേയധികം കാര്യങ്ങൾ വരുമല്ലോ. എങ്ങനെ, അതായത് ഇന്ന സംഭവം ഏത് വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കാം. ദെൻ വേൾഡ് ജോഗ്രഫിയിൽ ഭൂമിയുടെ ഘടനയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് തന്നെ അത് പിക്ചർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, വെറുതെ ബൈ ഹാർട്ട് പഠിക്കാതെ എർത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത, അതുപോലെ ഡിസ്കണ്ടിന്യൂറ്റീസ്, അതുപോലെ എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന എന്താണ് സുനാമി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതും ഇതിനോടൊപ്പം തന്നെ പഠിക്കുന്നത് നല്ലതായിരിക്കും. S waves, P waves എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോഡി വേവ്സ്, സർഫസ് വേവ്സ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ഇനി ചോദിക്കാൻ കുറച്ചും കൂടെ ചാൻസ് ഉള്ളത്. ഡിഗ്രി ലെവലാണ് അതൊക്കെ എന്നാലും. ഓക്കെ, ദെൻ കേരള ഗവേണൻസ് ചെയ്യുന്ന സംസ്ഥാന സിവിൽ സർവീസ്. ഇത് നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ നോക്കിയാലായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആരുടെയാണ് ഫോളോ ചെയ്യുന്നത് അവരുടെ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ സിവിൽ സർവീസിൽ എസ്പെഷ്യലി റൂൾസ്, ഓക്കെ, റൂൾസ് ആണ് എസ്പെഷ്യലി നോക്കേണ്ടത്. അതിൽ ഓരോ ഇതിലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് പറ്റുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത് കേട്ടോ. ദെൻ ഫിസിക്സിൽ പ്രവൃത്തി, ഊർജ്ജം, പവർ, എന്താണ് ഇത് മൂന്നും, ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതിൻ്റെ ഓരോ സിറ്റുവേഷനുകൾ, എക്സാമ്പിൾസ്, ഇത്രയാണ് ബേസിക്കലി അതിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ദെൻ ഇംഗ്ലീഷിൽ നമുക്ക് ടെൻസസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ പഠിക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്, ഇതൊക്കെയാണ് കുറച്ചും കൂടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എനിവേസ് സിമ്പിൾ പാസ്റ്റ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ടെൻസിൻ്റെ ഓരോ ടെൻസും നമ്മൾ വിചാരിക്കും സിമ്പിൾ അല്ലേ ടെൻസ് എന്ന്, പക്ഷെ അങ്ങനെയല്ല. ഓരോന്നിനും നമുക്കറിയാലോ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സബ്സെക്ഷൻസ് ഉണ്ട്. അതിൽ ഓരോന്നിനും ഓരോ സിറ്റുവേഷനുകളുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടെൻസസും ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നോക്കി തീർക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ രാവിലെ, ഉച്ച, രാത്രി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ വളരെ ഹെക്റ്റിക്കായിട്ട് തോന്നില്ല. ദെൻ കറണ്ട് അഫയേഴ്സ് ജനുവരി 2024 ആണ് എടുത്തിട്ടുള്ളത്. 2024 എടുക്കാൻ കാരണം കുറച്ചും കൂടെ ഒരു ബാക്കിലോട്ടുള്ള വർഷങ്ങളുടെ ചോദിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. 2025 എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ 24 ജനുവരി, നിങ്ങൾ എല്ലാം നോക്കാൻ നിൽക്കണ്ട. ഞാൻ പറയില്ല, ജനുവരിയിൽ നിങ്ങളുടെ കയ്യിൽ അതുണ്ട് എങ്കിൽ ജനുവരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്
അത് മാത്രം നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇപ്പോൾ 1, 2 അങ്ങനെ ഡേയ്സ് വെച്ചിട്ട് എഴുതി പോയിട്ടുള്ളവരാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്കറിയാലോ, നമ്മൾ സ്റ്റാർ ഇട്ട് വെക്കുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതൊക്കെ ഇതാക്കുമല്ലോ, അത് കൂടുതലൊന്ന് സ്ട്രെസ് ചെയ്താൽ മതി. ഡേ 2 ഇന്ത്യൻ ഹിസ്റ്ററി, ബ്രിട്ടീഷ് ആധിപത്യം. ഇതിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ മെയിൻലി ഉദ്ദേശിക്കുന്ന ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറെ യുദ്ധങ്ങൾ, പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, മൈസൂർ യുദ്ധം, അതുപോലെ തന്നെ കലാപങ്ങൾ, ഗോത്ര കലാപം, അതൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കണം. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നത് എവിടം വരെയാണോ അവിടം വരെ നോക്കാൻ ശ്രമിക്കുക. ഓക്കെ. ദെൻ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഭൂപ്രകൃതി, ബേസിക് ഫാക്ട്സ് ആണ് കേട്ടോ ഭൂപ്രകൃതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ലൊക്കേഷൻ, അതുപോലെ ഏരിയ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ പോക്സോ ആക്ട് ആണ് എടുത്തിട്ടുള്ളത്. പോക്സോ ആക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ദെൻ കെമിസ്ട്രിയിൽ ആറ്റവും തന്മാത്രയും, ആറ്റത്തിന്റെ സ്ട്രക്ചർ, ആറ്റത്തിനെ കൊണ്ടുവന്ന കുറേ തിയറീസ്. ഓക്കെ. പിന്നെ ആറ്റം, തന്മാത്രയും എന്താണ് അതിൻ്റെ ആ ഒരു ബേസിക് ഡിഫറൻസസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ദെൻ മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ. ആ ബേസിക് ഓപ്പറേഷൻസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, പെർഫെക്റ്റ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മലയാളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അഖണ്ഡ സംഖ്യകൾ, പരിപൂർണ സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ, നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകും. ഈ സംഖ്യകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒപ്പം ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ഒക്കെ പഠിക്കുന്നത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി 1 to 11 വരെയാണ് ബേസിക്കലി നമ്മൾ നോക്കാറുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ 7, 9, 11 ഇതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ, ഇപ്പോൾ സപ്പോസ് 251 ഇങ്ങനെയുള്ള സംഖ്യയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്, അങ്ങനെയുള്ള കാറ്റഗറീസിലുള്ള കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഈ ബേസിക് ഓപ്പറേഷൻസിൽ വരും. ഓക്കെ. അപ്പോൾ അതിനൊക്കെ ട്രിക്കുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ഈ ഒരു ബേസിക് ഓപ്പറേഷൻസിൽ വരും. പിന്നെ ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്. ഓക്കെ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ മലയാളത്തിൽ സന്ധി എന്ന് പറയുന്നത്, അതായത് ചേർത്തെഴുത്തിനും പിരിച്ചെഴുത്തിനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണല്ലോ ഈ പറയുന്ന സന്ധി എന്ന് പറയുന്നത്. ആ സന്ധിയിൽ ലോപസന്ധി, ആഗമസന്ധി, അതിൻ്റെ എപ്പോഴൊക്കെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് സന്ധി വെച്ചിട്ടാണ് ചോദിച്ചത്. ഓക്കെ, ഏതാണെന്നുള്ളത്. അപ്പോൾ സന്ധികൾ കൃത്യമായിട്ട് തന്നെ അതിന് ആദ്യത്തെ 2 എണ്ണം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സിൽ എഗെയിൻ ജാനുവരിയിലത്തെ തന്നെ നോക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഡേ 3 കേരള ഹിസ്റ്ററി എന്ന യൂറോപ്യന്മാരുടെ വരവിൽ പോർച്ചുഗീസുകാരുടെ അത്യാവശ്യം ശ്രദ്ധിച്ചു നോക്കണം. ധാരാളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു രീതിയിൽ നിന്നാണ്. അവരുടെ സംഭാവനകളൊക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അത്യാവശ്യം ലെങ്ത്തിൽ പഠിക്കാനുള്ളതും അതിൻ്റെയാണ്. ഓക്കെ. അപ്പോൾ പോർച്ചുഗീസുകാരുടെയാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കുക. അതിന് കേരള ജോഗ്രഫിയുടെ ബേസിക് ഭൂപ്രകൃതി, അതായത് ലൊക്കേഷൻ, പിന്നെ മലനാട്, ഇടനാട്, തീരപ്രദേശം, ആ ഒരു ഡിവിഷൻ. ഓക്കെ, അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് അതും നോക്കണം. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, ആ ഒരു കമ്മിറ്റിയുടെ രൂപീകരണത്തിന് മുൻപ് നമുക്ക് എന്താണ് ഇന്ത്യയിൽ, അതായത് ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആ ഒരു ഇതിൽ വന്ന കുറേ ആക്ടുകൾ വരുന്നുണ്ടല്ലോ. 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട്, മോർലി മിന്റോ റിഫോംസ്, അതുപോലെ മൊണ്ടേഗു ഷെംസ് ബോർഡ്, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓരോ ആക്ടിന്റെ സമയത്തും എന്തൊക്കെയാണ് മെയിനായിട്ട് വന്ന പ്രത്യേകതകൾ നോക്കുക. ഓക്കെ. അത് ആണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും തുടക്കം വന്ന ആ കാര്യങ്ങളാണ് നോക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ഥിരം ചോദിക്കാറുണ്ട് മൊണ്ടേഗു ഷെംസ് ബോർഡ്, മോർലി മിന്റോ റിഫോംസും ഒക്കെ. ഓക്കെ, അത് അവരുടെ ആ ഒരു റിഫോംസിൽ കൊണ്ടുവന്ന ഓരോരോ കാര്യങ്ങൾ. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അങ്ങനെ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഞാനത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ഈ പറയുന്ന ആദ്യത്തെ ആ 1773 ആക്ട് തൊട്ട് റീഫോംസ് ഉണ്ടല്ലോ, മൊണ്ടേഗു ഷെംസ് ബോർഡ് റീഫോം. ഓക്കെ, പറ്റാവുന്ന അതുവരെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ എന്നോളം നമുക്ക് പോകാം. ദെൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയെടുക്കാൻ പറ്റും. ദെൻ ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണ് ഈ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇതിലെല്ലാം പഠിക്കാൻ ഞാൻ പറയില്ല. കഥകളി, കൂടിയാട്ടം, മുടിയേറ്റ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകളിലെ കുറച്ച് ഒന്ന് ജസ്റ്റ് നോക്കുക. കുറച്ച്. ഓക്കെ, എല്ലാം ഞാൻ പറയില്ല. കൂടുതലും ചോദിച്ച് കാണാറുള്ളത് മനസ്സിലാക്കിയിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അല്ലാതെ എല്ലാം നോക്കി പഠിക്കാൻ ഞാൻ പറയില്ല. ഈ തെയ്യമൊക്കെ പല
ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട്, കഥകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ തെയ്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വളരെ നമുക്കറിയാലോ പ്രാധാന്യമുള്ളത്, നമ്മൾ ഈ ചോദ്യപേപ്പറൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ അത്യാവശ്യം നോക്കിക്കോളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇടുന്ന VFAയിൽ നല്ല ടഫായിട്ട് ചോദിച്ചത് ഈ പറയുന്ന ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ റിവിഷൻ ഡേ 1 and 2 റിവിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറ്റുന്നത്ര നോക്കിയാൽ മതി, കാരണം നമ്മൾ ഡേ 6ലും 7ലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറയുന്നുണ്ട്. ഓക്കെ, പറ്റാവുന്നത്ര ഡേ 1ലെയും ഡേ 2ലെയും റിവിഷൻ ഡേ 3യുടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും. ഓക്കെ, നെക്സ്റ്റ് ഡേ 4 എക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് കുറേ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ പലരും, അല്ലെ? ചാണക്യൻ, അതുപോലെ തന്നെ എന്താണ് ഗാന്ധിജിയുടെ, അമർത്യ സെൻ, ഇതൊക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേയധികം പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ റെഫർ ചെയ്ത് അതിൻ്റെ ഡിസ്കഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ കുറേ കണ്ടു ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇക്കഴിഞ്ഞ VFAയുടെ ഇതിൽ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ, ഇത് ഓർമ്മയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളൊക്കെ വരുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, മൊത്തത്തിൽ ഓരോരുത്തരുടെ തിയറീസ്, മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ബേസിക്കലി മനസ്സിലാക്കിയെടുക്കുക. ദെൻ IT ഹാർഡ്വെയർ, ദെൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് പ്രധാനപ്പെട്ട അവാർഡുകൾ. പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഈ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, ഓക്കെ, അർജുന അവാർഡ്, ഇത് എപ്പോൾ കൊടുത്തു തുടങ്ങി, ആരുടെ പേരിൽ അറിയപ്പെടുന്നു, ഇത് ആദ്യമായി കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു അവാർഡ് അല്ലെങ്കിൽ 1-2 അവാർഡിൻ്റെ നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പ്രധാനപ്പെട്ടത് ഞാൻ എടുത്തെടുത്ത് എഴുതുന്നില്ല, ജസ്റ്റ് പറയുകയാണ് അതിന് പകരം നിങ്ങളോട് കേട്ടോ. ദെൻ ഫിസിക്സിൽ താപം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് താപം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേർഡ്സ്, ഇപ്പോൾ വന്ന VFAയുടെ എക്സാമിൽ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, അതായത് വൊക്കാബുലറി പോർഷൻ ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് വേർഡ്സ്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് വേർഡ്സ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മലയാളത്തിൽ പര്യായം ഞാൻ 5 നോക്കാൻ പറയാൻ കാരണം നമുക്ക് ഓരോ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ പല ടൈപ്പിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയലോ അങ്ങനെ അല്ലെങ്കിൽ വല്ല നോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന പര്യായങ്ങളിൽ കുറച്ച് ഒരു 5 നോക്കി വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ നദി, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 5 നോക്കി വെച്ചേക്കാം. ദെൻ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024 ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡേ 5 വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നല്ല കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ടെക്സ്റ്റ് SCERT ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലാണുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഈ SCERT മാറുമെന്നാണ് കേൾക്കുന്നത്, മാറിയിട്ടുണ്ടാവണം. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം വരുത്തുമെന്ന് അറിയില്ല. എനിവേസ് നിങ്ങൾ ഇത് നന്നായിട്ട് തന്നെ നോക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ദെൻ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ കേരള ഗവേണൻസിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണത്. അത് തുടക്കത്തിൽ തന്നെ ഇടാൻ കാരണം അത് നമുക്ക് വീണ്ടും റിവിഷൻ കാരണമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യങ്ങൾ. ഓക്കെ, അത് കുറേയധികം ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം പറ്റാവുന്നത്ര നോക്കാൻ ശ്രമിക്കുക. ദെൻ കെമിസ്ട്രി, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മാത്സിന്റെ ശതമാനം, ഫെബ്രുവരി 2024 കറണ്ട് അഫയേഴ്സ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഡേ 3 and 4 റിവിഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് വീക്ക് എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിലായിരിക്കും ഇത് വരിക. അപ്പോൾ ഡേ 6 എഗൈൻ ഒരു റിവിഷൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡേ 1, 2, 3, അതായത് നമ്മൾ 1, 2, 3 പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഡേ 3 ഒരു റിവിഷൻ പറഞ്ഞല്ലോ, ഇതിൽ കംപ്ലീറ്റ് ആവാതെ പോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ 6 ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലീറ്റ് ആവാത്തുണ്ടെങ്കിൽ ഇവിടെ റിവൈസ് ചെയ്യാം. പിന്നെ PYQ മോസ്റ്റ് പ്രോബ്ലി ഞാൻ വീക്കെൻഡിൽ ഈ പറയുന്ന PYQ ഡിസ്കഷനുമായിട്ട് വരും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ മാക്സിമം സിലബസ് കവർ ചെയ്യണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഡേ 7 റിവിഷൻ, ഡേ 4 and 5 ആണ്. ദെൻ PYQ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എത്ര നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അല്ല ഇത് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ചിലതൊക്കെ ആദ്യം കേട്ടിട്ടുള്ളതും ചിലതൊക്കെ ചെയ്തിട്ടുള്ളതും വെച്ചിട്ട് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക, പഠിച്ചു തുടങ്ങുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട്